ഫസ്റ്റ് പൂരാണ്, അതിന്റെ തന്നെയാണ്. തളരില്ല, അതന്നെ. ഇങ്ങ് പോരും. ഇല്ല ഇല്ല, ഇവിടെ നല്ല കറക്റ്റ് ആയിട്ട് ഗോപുരം തുറന്ന് കാണാൻ പറ്റുള്ളൂ. കാണുന്നല്ല ഷോ പറഞ്ഞേ. പൊള്ളിയാണ് നമ്മുടെ പോലീസുകാര്. സാറാണ് സൂപ്പർ. അതെ, ഈ 2 സാർ ഈ 3 സാർ സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പറാ. സാറിന്റെ മുഖം കാണിച്ചിട്ടോ. ഓക്കെ, അത്രയും നല്ല മനസ്സിലുള്ള സാർമാരത്. നമ്മുടെ പോലീസിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അതാണ് പറഞ്ഞോളൂ, പറയണം നമ്മള്. നമുക്ക് വേണ്ടിയല്ല നല്ലത് നല്ലത്. സാറ് ഞങ്ങൾക്ക് വെള്ളം തോന്നും. ഒരു കുപ്പി കൂടി ചോദിച്ചിട്ട് ഇപ്പൊ വരും. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അത് കിട്ടാൻ വേണ്ടിയാണോ? സത്യം പറ. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം തന്നത്. സാറിന് കുടിക്കാൻ തന്ന വെള്ളം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നത്. സാറിന്റെ പേരൊന്നും പറയണ്ടേ? ഞങ്ങളെ ഒരു കാര്യം അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള നന്ദി കൂടി അവർ അറിയിക്കുകയാണ്. എന്തായാലും അവരിങ്ങനെ ഒപ്പം നിൽക്കുകയാണ്, കാവലായി, നാടിന് കാവലാളായി ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഇതവിടെ. വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞു. കാത്തിരിക്കുകയാണ് നീതലക്കാവിലമ്മയുടെ വരവിന് വേണ്ടി. നേരത്തെ ശ്രീധരൻ പറഞ്ഞു, അവിടുന്ന് ആ ചടങ്ങുകൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. വടക്കുന്നാഥനെ കണ്ടുവണങ്ങി നീതലക്കാവിലമ്മ ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും മനോഹരമായ ഒരു ചടങ്ങ്. അത് പൂരവിളംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ റെഡിയാണ്. ലോകത്തോട് പറയാണ്, തൃശ്ശൂർ ഈ പൂരത്തിന്റെ സർവ്വ സൗന്ദര്യങ്ങളും ലോകത്തിന് സമ്മാനിക്കാൻ വേണ്ടി ഇതാ നിറഞ്ഞു തുളുമ്പാൻ വേണ്ടി ഇങ്ങനെ കാത്തു. ലോകത്തോട് കൂടി നേരത്തെ നമ്മളോട് പങ്കുവെച്ച അധികം നിങ്ങളെല്ലാരും ഇങ്ങ് പോരെ. ഈ തേക്കിൻകാട് മൈതാനി, ഈ നഗരവും തൃശ്ശൂരുകാരുടെ മനസ്സും എല്ലാവരും ഈ മണ്ണും തൃശ്ശൂരിന്റെ മണ്ണും തൃശ്ശൂരിന്റെ മനസ്സും നിങ്ങൾക്കായി ഇതാ തുറന്നു വെച്ചിരിക്കുന്നു. തുറന്ന വാതായനങ്ങളായി ഇങ്ങനെ ഇരിക്കുന്നു എന്നാണ് തൃശ്ശൂർക്കാരെ. തൃശ്ശൂരുകാര് കൂവാണെങ്കിലും അതിനൊരു താളമുണ്ട്. അപ്പൊ അതാണ് ഒരു ചെറിയ ചോര. ഒന്നുകൂടി ഒരു താളത്തിൽ ശബ്ദം വരട്ടെ. ഞങ്ങളൊക്കെ പാടുപെടും. ഞങ്ങൾ പാടുപെടുന്നുണ്ട്. ആർപ്പ് വിളിച്ചേ. അതുപോലെ ഞാൻ ഇത്ര ബാറ്ററി ലൂസ് ആയതാണ്. എന്താ ചെയ്താണ് പഴയ കാസറ്റൊക്കെ പോലെ കുറച്ചൊക്കെ ക്ഷീണിച്ചു. പക്ഷേ ക്ഷീണം മുഖത്ത് കാണിക്കാൻ ഇവര് ചോദിക്കട്ടെ എന്ന് ഞങ്ങളെ തന്നെ വീണ്ടും വരുന്നു. അവർ ചോദിക്കുന്നു, ആദ്യം തന്നെ മുമ്പിൽ വന്ന് കാരനെടുത്ത് പിടിച്ചിട്ടുണ്ട് സ്ഥലം. പിന്നെ നമ്മൾ എവിടെ പോകും? തൃശ്ശൂർ ഇത്ര നിറഞ്ഞ ആളുകളായിട്ട് നമ്മൾ ഉറങ്ങി വീഴുവോ? കാസർഗോട്ടുകാരി വീണ്ടും. അപ്പോ തൃശ്ശൂരിലെ കാഴ്ചകൾ അതിമനോഹരം. അതുകൊണ്ട് ഇങ്ങനെ ഗംഭീരമായി പോവുകയാണ്. ആളുകളുടെ പോലീസുകാരെ കഷ്ടപ്പെടുന്നു ആളുകളെ നിയന്ത്രിക്കാൻ. ഇത് എന്താ പറയാ, ഒരു ആഹ്ലാദത്തിന്റെ, ആരവത്തിന്റെ, ആനന്ദത്തിന്റെ ഒക്കെ സർവ്വസീമകളെ ലംഘിക്കുകയാണല്ലേ. എല്ലാ അതിരുകളെയും ഭേദിക്കുന്ന വിധത്തിൽ ഈ വാതിൽ തുറക്കുന്നതോടുകൂടി, നെയ്തലക്കാവമ്മ കടന്നു വരുന്നതോടുകൂടി പുതിയൊരു ആവേശത്തിലേക്ക് തൃശ്ശൂർ എത്തുന്നു. സുജി, കുറച്ചുകൂടി മുകളിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾ കൊടുക്കാം. കാരണം എത്രമാത്രം ആളുകൾ ഇപ്പോൾ വന്നു നിറഞ്ഞു. രാവിലെ ഈ ഒരു ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ അതിനുശേഷം മഴയൊന്ന് മാറി മാനമൊന്ന് തെളിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് നിറയുന്ന ഒരു കാഴ്ചയാണ്. ഇനി നെയ്തലക്കാവമ്മ ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്ന നേരമാകുമ്പോഴേക്കും ഇതിനേക്കാൾ കൂടുതൽ പരശതം ആളുകൾ കടന്നു വരുന്നു. അക്ഷയ, ആദ്യത്തെ പൂരം കാണാൻ പോകുന്ന പൂരാണ്. വലിയ പൂരായി മാറുകയാണ്. നവ്യ അനുഭവമാണ്. അതിങ്ങനെ മധുരം പറയുന്ന പോലെ തന്നെ രാവിലെ വന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും സത്യസന്ധമായി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ആളുകൾ നിറയുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കുറെ നേരം ചിന്തിച്ചു. അതെങ്ങനെയായിരിക്കും പെട്ടെന്ന് ആൾക്കൂട്ടം വന്ന് നിറയുക എന്നുള്ളത്. അത് ഞാൻ ശരിക്കും ഇവിടെ കാണുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിറഞ്ഞിരിക്കുന്നു ആളുകൾ. ഇങ്ങനെ നിറഞ്ഞ വലിയ ആൾക്കൂട്ടം ഉണ്ടാവും. ജനസാഗരം എന്നൊക്കെ പറയുന്ന അങ്ങനെ കടലിങ്ങനെ രൂപപ്പെടുകയാണ് മനുഷ്യന്മാരെ കൊണ്ട്. പക്ഷേ അതിലൊരു പ്രത്യേകത പറയാനുള്ള എന്താണെന്ന് അറിയുമോ? ഈ തെക്കേ ഗോപുരനട തുറക്കുന്ന ദിവസമാണിത്. ഈ തെക്കേ ഗോപുരനട തുറക്കുമ്പോൾ, പണ്ട് തെക്കേ ഗോപുരനട തുറക്കുക എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് പേടിയായിരുന്നു. കാരണം പണ്ട് ചക്കന്തമ്പുരാന്റെ ഒക്കെ കാലത്ത് ഈ കാട്, ഇതൊക്കെ വലിയ കാട്, കഴുത്തിലൊരു ചെമ്പരത്തിമാല അണിയിച്ച് കുറ്റവാളികളെ തെക്കേ ഗോപുരനട തുറന്ന് പുറത്തേക്ക് വിടുന്ന ഒരു ചടങ്ങായിരുന്നു അത്. പുറത്ത് വന്യമൃഗങ്ങൾ നിറഞ്ഞ കാട്. ആ മനുഷ്യൻ പിന്നെ തിരിച്ചു വരില്ല. വധശിക്ഷ നടപ്പാക്കുന്ന ഒരു അതിനുവേണ്ടിയാണ് ആ കുരുതിമാല കഴുത്തിലണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വിടുന്നത്. കൊക്കർണിപ്പറമ്പ് എന്നായിരുന്നു ഇതിന് പേര്. ആ പേര് മാറി ഇതാ 2 കുടമാറ്റത്തിന് 2 ഭഗവതിമാർക്ക് നടുവിൽ
പരസഹസ്രം ആളുകൾ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ജനലക്ഷങ്ങൾ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു പൂരത്തിലേക്ക് നാളെ വൈകുന്നേരമാണ് ആ ദിവസത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ തെക്കേ ഗോപുരനട എന്ന് പറയുമ്പോൾ വളരെ ആർക്കിയോളജിക്കൽ വകുപ്പ് സംരക്ഷിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതെ, ഒരു കെട്ടിടമാണത്. ആ കെട്ടിടത്തിന് താഴെ ഇത്രയധികം ആളുകൾ നിറഞ്ഞു കവിയുന്നു. അതിന്റെ തുടക്കമാണ് നെയ്തലക്കാവമ്മ എറണാകുളം ശിവകുമാറിലൂടെ കടന്നു വന്ന് ആ വാതില്, 2 വാതിലുകളും അകത്തേക്ക് തുറക്കുന്നു. ആ വാതിൽ തുറന്ന് നെയ്തലക്കാവമ്മ പുറത്തേക്ക് കടക്കുന്നു. ഇവിടെ നിന്ന് തിരിച്ചുപോയി അവിടെ ശംഖൂതി പൂരത്തിന്റെ വിളംബരം നടത്തുന്നു. പൂരത്തിന്റെ വിളംബരമാവുകയാണ് ദിവിഷ്. ഞാനിങ്ങനെ കേട്ടില്ലേ, കുറെ കാലമായിട്ട് പൂരം റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, തൃശ്ശൂരുകാരനാണ്. അതും ഒരേ ആവേശമാണ്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കും പൂരത്തിന്റെ ആവേശത്തിന് ഒരു കുറവില്ല.